ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഭാഗവതത്തിലെ സ്കന്ധം 1, ഭഗവാന്റെ മഹത്വവും അവതാരങ്ങളും. സത്യസ്വരൂപനായ പരമപുരുഷനെ ധ്യാനിച്ചുകൊണ്ട് വേദവ്യാസ മഹർഷി നിർമ്മിച്ച ഭാഗവത പുരാണത്തിൽ ഫലാസക്തി ഇല്ലാത്ത ഉത്കൃഷ്ടധർമ്മത്തെപ്പറ്റി വിശദമായി പ്രതിപാദിച്ചിരിക്കുന്നു. സജ്ജനങ്ങൾക്ക് അത് കീർത്തനം ചെയ്താൽ പരമാനന്ദം അനുഭവിക്കാം, പരമാത്മവസ്തുവിനെ തിരിച്ചറിയാം. ഭാഗവത ശ്രവണം കൊണ്ട് ഈശ്വരൻ സദാ മനസ്സിൽ വിളങ്ങും. ഭാഗവതം വേദമാകുന്ന കൽപ്പവൃക്ഷമാണ്. അത് പാരായണം ചെയ്യുന്നവർക്ക് അതിൻ്റെ വിശിഷ്ടഫലം എന്നും ആസ്വദിക്കാം. ദേവഭൂമിയാണ് നൈമിഷാരണ്യം. ലോകനന്മയെ കണക്കിലെടുത്ത് ശൗനകൻ തുടങ്ങിയ ഋഷിമാർ അവിടെ ഒരു മഹായജ്ഞം ആരംഭിച്ചു. ഒരു ദിവസം ആ മുനിമാർ കർമ്മങ്ങൾ ആരംഭിക്കുന്നതിനു മുമ്പായി യജ്ഞവേദിയിൽ സൽക്കരിച്ചിരുത്തിയിരുന്ന സുതൻ്റെ അടുത്തു ചെന്ന് ആദരവോടെ സംശയങ്ങൾ ചോദിച്ചു തീർത്തു. കലിയുഗത്തിലെ ജനങ്ങൾക്ക് ആയുസ്സു കുറവാണ്. അവരിൽ അലസന്മാരും മന്ദബുദ്ധികളും ഭാഗ്യഹീനരും രോഗികളും ധാരാളം കാണും. അതുകൊണ്ട് കർമ്മങ്ങളെ വ്യക്തമായി ശാസ്ത്രസാരം ലളിതമായ ഭാഷയിൽ ഉപദേശിച്ചു തരണമെന്ന് അപേക്ഷിച്ചു. ഭഗവാൻ എന്തിന് ദേവകി വസുദേവന്മാരുടെ പുത്രനായി അവതരിച്ചു? രഹസ്യം വ്യക്തമാക്കാൻ അഭ്യർത്ഥിച്ചു. ഭക്തന്മാർക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. അവതാരം സർവജീവികളുടെയും ആനന്ദത്തിനും അഭിവൃദ്ധിക്കും കാരണമാകുന്നു. ഹരിനാമം ഉച്ചരിച്ചാൽ സംസാര ദുഃഖത്തിൽ നിന്നും മുക്തനായിത്തീരും, സുതൻ വ്യക്തമാക്കി. യോഗേശ്വരന്മാർക്ക് യോഗഫലം നൽകുന്നവനാണ് ഭഗവാൻ. ബ്രഹ്മജ്ഞന്മാരിൽ ഭക്തനും ധർമ്മരക്ഷകനുമാണ്. അവതാര രഹസ്യം നിർവഹിച്ച് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുകയെന്നത് ഭഗവാന്റെ ലീലയാകുന്നു. ഭഗവാന്റെ മഹത്വം അറിയുകയെന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ അറിഞ്ഞു കഴിഞ്ഞാലോ അതിനേക്കാൾ മഹത്തരമായ മറ്റൊന്നുമില്ല. മായാമയനായ ഭഗവാന്റെ ലീലകളിൽ പങ്കുചേരുമ്പോൾ യഥാർത്ഥ ഭക്തൻ ഉത്തമ തോഴനായി തീരുന്നു. അതുകൊണ്ട് ഭക്തി പരിപാലകനായ ഭഗവാൻ തന്നെയാണ് കീർത്തിക്കപ്പെടേണ്ടവനും ധ്യാനിക്കപ്പെടേണ്ടവനും പൂജിക്കപ്പെടേണ്ടവനുമെന്ന് സാരം. ഭഗവാനിലുള്ള ഏകനിഷ്ഠമായ ഭക്തി അവനെ രജസ്തമോഭാവങ്ങളായ കാമം, ലോഭം തുടങ്ങിയ ദുർവാസനകളില്ലാത്ത നിർമ്മലമായ മനസ്സിനെ ഉടമയാക്കുന്നു, ചിത്തം പ്രസന്നമാക്കുന്നു. ഭഗവാന്റെ സ്വരൂപ സാക്ഷാത്കാരം സംസിദ്ധമാകുന്നു. അതുകൊണ്ട് മഹാത്മാക്കൾ ഭഗവാനായ വാസുദേവന്റെ മഹത്വം ഉൾക്കൊണ്ട് സന്തോഷത്തോടെ ആത്മാവിന് പ്രസാദമരുളുവാൻ പോന്ന ഭക്തിയെ വഹിക്കുന്നു. ഭഗവാൻ സച്ചിദാനന്ദ സ്വരൂപനാണ്. ജീവാത്മാവ് പുരുഷനും പരമാത്മാവ് ഭഗവാന്റെ അംശവുമാണ്. ഭഗവാനിൽ നിന്നന്യമായ ഒരു സ്വാതന്ത്ര്യം പ്രകൃതിക്കും ജീവാത്മാവിനുമില്ല. ഈശ്വരീയ ശക്തിയാലാണ് സകലതും പ്രവർത്തിക്കുന്നതെങ്കിലും കർമ്മങ്ങളുടെ കർത്തൃത്വം യഥാർത്ഥത്തിൽ ഭഗവാനിലല്ല. ലോകപരിപാലകനായ ഭഗവാൻ സ്വന്തം ലീലയാൽ അവതാരങ്ങളെടുത്ത് ലോകങ്ങൾ സംരക്ഷിക്കുന്നു. അതുതന്നെയാണ് ഭഗവാന്റെ മഹത്വവും. ആദിയിൽ മഹാവിഷ്ണു 16 കലകളോടുകൂടിയ വിരാട് സ്വരൂപം സ്വീകരിച്ചു. സമാധിരൂപമായ യോഗനിദ്രയിൽ ജലത്തിൽ ശയിച്ചു. പിന്നീട് നാഭിയാകുന്ന കയത്തിൽ നിന്ന് ഉത്ഭവിച്ച താമരയിൽ പ്രജാപതിയുടെ എല്ലാം നാഥനായ ബ്രഹ്മാവ് ആവിർഭവിച്ചു. ഭഗവാന്റെ അവതാരങ്ങൾ നിരവധിയാണ്. അതിനുശേഷം ഭഗവാന്റെ ഇച്ഛയനുസരിച്ച് ബ്രഹ്മാവ് മനസ്സുകൊണ്ട് 4 പുത്രന്മാരെ സൃഷ്ടിച്ചു. അവരാണ് സനകാദികൾ. രണ്ടാമതായി ഭഗവാൻ ലോകത്തിൻ്റെ നന്മയ്ക്കായി പാതാളത്തിലേക്കാഴ്ന്ന ഭൂമിയെ ഉദ്ധരിക്കുന്നതിനു വേണ്ടി ആദിവരാഹ സ്വരൂപമെടുത്തു. മുനിയായ നാരദൻ എന്ന പേര് സ്വീകരിച്ച് ഭാഗവത ധർമ്മം പ്രകാശിപ്പിക്കുന്നതിന് അവതരിച്ചു. 4ാമത്തെ അവതാരത്തിൽ ധർമ്മപ്രജാപതിയുടെ പത്നിയായ മൂർത്തിയിൽ നരൻ, നാരായണൻ എന്നീ ഋഷികളായ ഏകാന്ത തപസ് അനുഷ്ഠിച്ചു. സാഖ്യശാസ്ത്രം ആസുരിയെന്ന ബ്രാഹ്മണന് ഉപദേശിക്കുന്നതിനു വേണ്ടി കപിലനായി അവതരിച്ചു. 6ാമത് ദത്താത്രേയനായി അവതരിച്ചു. പ്രഹ്ലാദൻ തുടങ്ങിയവർക്ക് ആത്മവിദ്യ ഉപദേശിച്ചു കൊടുത്തു. 7ാമത്തെ അവതാരത്തിൽ രുചിയുടെ പത്നിയായ ആകുതിയിൽ യജ്ഞപ്രജാപതിയായി അവതരിച്ചു. 8ാമതാകട്ടെ നാഭിയുടെയും മേരുദേവിയുടെയും പുത്രനായ ഋഷഭൻ എന്ന പേരിൽ അവതരിച്ചു. ഋഷീശ്വരന്മാരുടെ ആഗ്രഹമനുസരിച്ചും
ഗോരൂപിണിയായ ഭൂമിയിൽ നിന്ന് എല്ലാ ഔഷധികളെയും കറന്നെടുക്കുവാൻ വേണ്ടി 9ാമത് പൃഥു ചക്രവർത്തിയായി പിറന്നു. ചാക്ഷുഷ മന്വന്തരത്തിലെ പ്രളയകാലത്ത് ഭൂമിയാകുന്ന വഞ്ചിയിൽ സത്യവ്രതനെ കയറ്റി പരിപാലിക്കുന്നതിനു വേണ്ടി മത്സ്യസ്വരൂപം സ്വീകരിച്ചു. 11ാമതായി അമൃതിനു വേണ്ടി കടൽ കടയുമ്പോൾ ആമയായി രൂപം പൂണ്ട് മന്ദരപർവ്വതത്തെ തലയിലേറ്റി താഴ്ന്നു പോകാതെ സൂക്ഷിച്ചു. അടുത്തതാണ് ധന്വന്തരി സ്വരൂപം. മോഹിനിയുടെ രൂപം 13ാമത്തേതും. മോഹിനി രൂപത്തിൽ അസുരന്മാരെയെല്ലാം മോഹിപ്പിച്ച് ദേവന്മാരെ അമൃതപാനം ചെയ്യിപ്പിച്ചു. 14ാമത്തേതാണ് നരസിംഹ അവതാരം. ശക്തനായ ഹിരണ്യകശിപുവിൻ്റെ മാറിടം പിളർന്ന് ഭഗവാൻ അവനെ ഹനിച്ചു. ത്രൈലോക്യം വീണ്ടെടുക്കാൻ ഉദ്ദേശിച്ച് 3 അടി മണ്ണു യാചിച്ച് ബലിയുടെ യജ്ഞശാലയിലെത്തിയ വാമനൻ 15ാമത്തെ അവതാരമാകുന്നു. ബ്രാഹ്മണദ്രോഹികളായ ക്ഷത്രിയരെ കണ്ട് കുപിതനായി 21 വട്ടം ഭൂമിയിൽ നിന്ന് ക്ഷത്രിയരെ ഇല്ലായ്മ ചെയ്ത പരശുരാമൻ 16ാമത്തെ അവതാരമാണ്. പരാശര മഹർഷിക്ക് സത്യവതിയിൽ പിറന്ന വേദവ്യാസൻ 17ാമത്തെ അവതാരമാകുന്നു. അല്പബുദ്ധികളായ മനുഷ്യർക്കു വേണ്ടി അദ്ദേഹം വേദത്തെ 4ആയി പകുത്തു. അടുത്ത അവതാരമാണ് ശ്രീരാമചന്ദ്രൻ. സമുദ്രബന്ധനം, രാവണവധം മുതലായ അത്ഭുത കൃത്യങ്ങൾ ചെയ്ത് പ്രസിദ്ധനായി 19ഉം 20ഉം അവതാരങ്ങൾ ശ്രീകൃഷ്ണൻ്റെയും ബലരാമൻ്റേതുമാണ്. അവർ ദുഷ്ടന്മാരെ ഹനിച്ച് ഭൂഭാരം കുറച്ചു. പിന്നീട് കലി ശക്തി പ്രാപിക്കുമ്പോൾ ഭഗവാൻ ശ്രീബുദ്ധൻ എന്ന പേരിൽ അജനൻ്റെ മകനായി ദേവദ്വേഷികളുടെ സമ്മോഹനത്തിനു വേണ്ടി കീകട പ്രദേശത്ത് ജനിക്കും. കലിയുഗത്തിൻ്റെ അവസാനത്തിൽ രാജാക്കന്മാരെല്ലാം കള്ളന്മാരെ പോലെ അധർമ്മികളായി തീരുമ്പോൾ കൽക്കി എന്ന പേരിൽ വിഷ്ണു യശസ്സിൻ്റെ മകനായി ജനിക്കും. ഋഷിമാരും മുനിമാരും ദേവന്മാരും മനുപുത്രന്മാരും പ്രജാപതിമാരും എല്ലാം മഹാവിഷ്ണുവിൻ്റെ അംശങ്ങളാണ്. എന്നാൽ ശ്രീകൃഷ്ണൻ മുതലായ ഭഗവാന്മാർ ഓരോ യുഗത്തിലും അവതാരമെടുത്ത് അസുരന്മാരിൽ നിന്നും ലോകത്തെ രക്ഷിക്കുന്നു, ആനന്ദിപ്പിക്കുന്നു. ഇത്തരം അവതാര കഥകൾ സന്ധ്യയ്ക്ക് ഭക്തിപൂർവം കീർത്തനം ചെയ്താൽ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മുക്തനായി തീരും. മായയാണ് അനർത്ഥങ്ങൾ ഉണ്ടാക്കുന്നത്. അത് വിദ്യാസ്വരൂപിണിയായി തീർന്നാൽ നന്മയുണ്ടാകും. വേദതുല്യനായ ഭാഗവതം ഭഗവാന്റെ ലീലകൾ ഓരോന്നും പ്രകാശിപ്പിക്കുന്നതാണ്. ഋഷിശ്രേഷ്ഠനായ വേദവ്യാസൻ അത് രചിച്ചു. പിന്നീട് അദ്ദേഹം അത് തൻ്റെ പുത്രൻ ശുഗന് ഉപദേശിച്ചു. ശുഗൻ പരീക്ഷിത്തു രാജാവിനും. സുതശൗനക സംവാദ രൂപത്തിലാണ് ഭാഗവതം രചിക്കപ്പെട്ടിരിക്കുന്നത്. കലിബാധ ഏൽക്കാതിരിക്കാനും മരണഭയം നീങ്ങാനും കർമ്മബന്ധത്തിൽ ഏർപ്പെടാതിരിക്കാനും മായാലീലകൾ ഗ്രഹിക്കാനും ഭാഗവത ശ്രവണം ഉത്തമമാകുന്നു. ശുക്രന്റെ അനുഗ്രഹത്തോടെ സുതൻ തൻ്റെ ബുദ്ധിക്ക് യോജിച്ച പോലെ സത്രത്തിന് എത്തിയവരുടെ മുമ്പിൽ ഭാഗവതം അവതരിപ്പിച്ചു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അപ്പോൾ ഇന്നത്തെ